വെൽക്കം ഗൈസ്. സത്യം പറയാലോ, ഇത് എൻ്റെ 5ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ആവുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ആദ്യത്തെ 4 വീഡിയോ കോപ്പിറൈറ്റ് എന്നും പറഞ്ഞ് അടിപൊളി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കൊണ്ടുപോയി യൂട്യൂബ്. ഇത് അപ്ലോഡ് ആവുമോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. മാർക്കോ എന്ന പടം ഒരുപാട് കാലമായിട്ട് കാണണം എന്ന് വിചാരിച്ചിരുന്നു. 2 ദിവസം മുന്നെയാണ് കണ്ടത്. ഞാനിപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കണ്ടു. അടിപൊളി, കണ്ണ് തള്ളിപ്പോയി. ഒരു രക്ഷയില്ലാത്ത പടം. നല്ല ആക്ഷൻ. ഉണ്ണി മുകുന്ദൻ, ബിഗ് സല്യൂട്ട്. ആക്ഷൻ ആണെങ്കിലും, ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും രവി ബസ്രു സാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗൂസ് ബംപ് തരുന്ന നല്ല ഒരു അടിപൊളി പടം. ഇങ്ങനെ മലയാളത്തിൽ നിന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ എൻ്റെ ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും ഇതുവരെ മലയാള പടം എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഇരുത്തി കാണിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി, ഷോക്കായി. ഇതുപോലത്തെ നല്ല മലയാള പടങ്ങളൊക്കെ ഒരു ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇയോബിൻ്റെ പുസ്തകമൊക്കെ ഞാൻ നിർബന്ധമായിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയോബിൻ്റെ പുസ്തകം പടം. അമൽനേറ്റ് സാറിൻ്റെ അടിപൊളി പടം. അതുപോലത്തെ ഒരു 4-5 പടമൊക്കെ കൊണ്ടുപോയി കാണാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിന് എൻ്റെ വോയിസിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് എൻ്റെ അവസ്ഥ. ടിക്ടോക്കുള്ള ടൈമിൽ ഒരുപാട് ഉണ്ടായിരുന്നു, ഒരാൾ പോലും കാണില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ചെയ്തിരുന്നു, ഒന്നുമില്ല. ഇതിന് റെസ്പോൺസ് വല്ലതും കിട്ടുവാണെങ്കിൽ, അല്ല ഒരു 5-6 പേര് കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാലോ. തെലുങ്കും തമിഴും ഹിന്ദിയും എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. ഉണ്ണി മുകുന്ദൻ, ബിഗ് സല്യൂട്ട് അഗെയിൻ. ഇതുപോലത്തെ ഒരു ആക്ഷൻ ചെയ്യുന്ന വേറൊരു നടൻ മലയാളത്തിൽ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പേഴ്സണാലിറ്റിയും ആ ഒരു ഫിസിക്സും ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ബെസ്റ്റ്. പിന്നെ ടൊവിനൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ണി മുകുന്ദനെ പോലെ ചെയ്യാൻ, അങ്ങനെ ആക്ഷൻ ചെയ്യാൻ വേറെ ആർക്കൊണ്ടും പറ്റില്ല മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പടങ്ങൾ ഇനി ഉണ്ണി മുകുന്ദൻ ചെയ്യാൻ പറ്റട്ടെ. ആ ഫോറസ്റ്റിലെ ഇൻ്റർവെല്ലാണെന്ന് തോന്നുന്നു. ആ ഫൈറ്റൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ പെർഫെക്റ്റായിട്ട് ഒരു കൊമേഴ്ഷ്യൽ വൈബ് തരുന്ന രവി ബസ്രു സാറിൻ്റെ ഈ BGM ആണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. കഥ ഒക്കെ നോക്കാനൊന്നുമില്ല, കഥയിലല്ല കാര്യം. ഒക്കെ എല്ലാം സ്ക്രീൻ പ്ലേയൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കഥയിലൊന്നും നല്ല ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ എനിക്ക് ഈ ഫേസ് കാണിക്കാൻ മടിയുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഫേസൊക്കെ കാണിച്ചാൽ ഇൻട്രാക്ട് ചെയ്ത് വീഡിയോ ഇടാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ വോയിസ് കേട്ടിട്ടേ ആരും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടേ ഫേസ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എൻ്റെ ഒരു സന്തോഷത്തിന്. റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ നല്ല ഇൻട്രോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ്, പക്ഷേ കോപ്പിറൈറ്റ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും താങ്ക്സ് ഗൈസ്. കാണാം നെക്സ്റ്റ് ടൈം.